അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആതൈനാ ഈസ ഇബ്ന മറിയമൽ ബയ്യിനാത്ത്. അതാണ് നമ്മുടെ ചർച്ച. മറിയം ബീവിയുടെ മകനായ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. മറിയം ബീവി അവരെ ഗർഭം ചുമന്നത് അത്ഭുതകരമായാണെന്നും അവരുടെ പ്രസവവും അനന്തരമുള്ള ചില കാര്യങ്ങളുമാണ് ഇന്നലെ ഓർമ്മപ്പെടുത്തിയത്. ചാരിത്ര വിശുദ്ധിയുള്ള ഒരു പെണ്ണൊരുത്തി ലോകത്ത് വെച്ചുകൊണ്ട് കേൾക്കേണ്ടി വരുന്ന ഏറ്റവും രൂക്ഷമായ ആരോപണമാണ് അവരേറ്റെടുത്തത്. അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അവരോട് പറഞ്ഞിരുന്നു, ജനങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ വരികയാണെങ്കിൽ ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഇത് പറഞ്ഞാൽ മതി, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അന്നൊരു നോമ്പുണ്ടായിരുന്നു, മിണ്ടാതിരിക്കണ നോമ്പ്, വ്രതമൗനം അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. വ്രതമൗനം നമ്മുടെ ശരീരത്തിൽ അങ്ങനെ വ്രതം മൗനാക്കി നേർച്ചാക്കുന്നുള്ള സമ്പ്രദായമില്ല. ഹലാക്ക് വരുമെന്ന് പേടിച്ചാൽ മിണ്ടാതിരിക്കാം, പക്ഷെ മിണ്ടാതിരിക്കണ ഒരു നോമ്പായി നേർച്ചാക്കുന്നുള്ള പരിപാടി നമ്മളതിലില്ല. അത് അവരുതിയിലുണ്ടായിരുന്നു. ഇനി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ പടച്ചോന് നോമ്പ് വെക്കാൻ തീരുമാനിച്ചോ. എന്താ നോമ്പ്? ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട് സൂറത്ത് മറിയമിൽ, പല ഒക്കല്യമൽ യൗമ ഇൻസി, അതുകൊണ്ട് ഞാൻ ആരോടും മിണ്ടൂല. അപ്പൊ ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി വന്നാല് ഇശാറത്ത് കാണിച്ചാൽ മതി, മിണ്ടൂലാന്ന്. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവും നോമ്പാണ്. അത് പിന്നെ ഈ ശരീഅത്തിലില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ അങ്ങനെ നേർച്ചാക്കി 4 കാര്യം. 1, മിണ്ടൂല നേർച്ചാക്കി. 2, നിക്കോ ഇരിക്കൂലെന്ന് നേർച്ചാക്കി. അതെന്നെ വെയിലത്താവുന്ന നേർച്ചാക്കി. പിന്നെ നോമ്പ് വെക്കാനും നേർച്ചാക്കി. 4 നേർച്ച ഉണ്ടായി. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 നേർച്ച പൊളിക്കാൻ പറഞ്ഞു, ഇരിക്കാൻ പറയാനോട്, വെയിലത്തുനിന്ന് മാറിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു നേർച്ച ഇല്ല. പിന്നെ വ്രതമൗനം, അങ്ങനെ ഒരു സംഗതി ഇതിലില്ല. ആൾക്കാരോട് സലാം പറയേണ്ടി വരൂലേ, അല്ലെങ്കിൽ ഹൈറായ കാര്യങ്ങൾ പറയേണ്ടി വരൂലേ. അപ്പൊ മിണ്ടാതിരിക്കൽ നേർച്ചാക്കിയാൽ ബുദ്ധിമുട്ടല്ലേ, നേർച്ച വുജൂബല്ലേ. ആ 3 നേർച്ച പൊളിക്കാൻ പറയാം, അങ്ങനെ നേർച്ചില്ല. നോമ്പ് പൂർത്തിയാക്കാൻ പറയാം, നോമ്പ് നേർച്ചാക്ക എന്ന് ക്ലിയർ ആക്കി കൊടുത്തു നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ അന്ന് അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. പക്ഷെ നമ്മുടെ നോമ്പിലേക്ക് ചേർത്തി വെച്ചാൽ മൗനത്തിന് വളരെ പ്രാധാന്യം ഉണ്ട് കേട്ടോ. മല്ലമദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വ ശറാബ എന്ന് നോമ്പുകാരോട് പ്രത്യേകമായി താക്കീത് ചെയ്ത് ഉണർത്തി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ആവശ്യമില്ലാത്ത മിണ്ടാതിരിക്കണില്ലെങ്കിൽ, മോശപ്പെട്ട് ഒഴിവാക്കണില്ലെങ്കിൽ, പിന്നെ അവൻ പട്ടിണി കിടക്കണേൽ അള്ളാഹ്ക്ക് ഒരു ആവശ്യമില്ല എന്ന് തുറന്നടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് വെക്കുക, പിത്തിനെയും പ്രസാദം പറഞ്ഞ് അങ്ങനെ നടക്കുക, അവന്റെ നോമ്പ് ഔട്ടാണ്. എന്നാലും വ്രതം മൗനം, മിണ്ടാതിരിക്കുക എന്നുള്ള നേർച്ചാക്കുന്നിട്ട് അതിന് നോമ്പ് എന്ന് പേരിടുക, അത് അന്നുണ്ടായിരുന്നു, ഇന്നില്ല. അപ്പോ മറിയം ബീവി ചെറിയ കുട്ടിനേറ്റാണ്ട് ആളുകളുടെ ഇടയ്ക്ക് ഇറങ്ങി, എന്തായിരിക്കും അവസ്ഥ? ഭർത്താവില്ല. പിന്നെ ജുബൈ ഇസ്ലാമിനെ അള്ളാഹു താല പറഞ്ഞേക്കാണ് ചെയ്തത്. റൂമുക്ക് ജുബൈ ഇസ്ലാമിന് എത്തിയപ്പോഴൊക്കെ മറിയം ബീവിക്ക് വല്ലാത്തൊരു പേടിയായി. അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. മറിയം ബീവി പറയാണ്, ഞാൻ അന്നിൽ നിന്ന് അള്ളാഹിനോട് കാവൽ തേടുകയാണ്. ഇൻ കുൻത തഖിയ, രോഷാകുലയായ. അപ്പൊ ജുബൈ ഇസ്ലാം പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ അള്ളാഹിന്റെ റസൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു അയച്ച ദൂതനാണ്, മലക്കാണ്. ലി അഹബി ലക്കി ഗുലാമൻ സക്കി, എനിക്ക് നല്ലൊരു കുട്ടീനെ തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവുന്നുള്ള സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ജുബൈ ഇസ്ലാമിനോട് അള്ളാഹു താല മാറത്തൊരു ഊത്ത് കൊടുക്കാൻ പറഞ്ഞു. ഊതി ഗർഭമുണ്ടായി. അള്ളാഹ്ക്ക് അതിനൊക്കെ കഴിയല്ലോ. പക്ഷെ ഇത് ജനങ്ങളെങ്ങനെ ബോധ്യപ്പെടുത്തുന്നേ? ഭർത്താവില്ലാത്തൊരു പെണ്ണുർത്തി ജനങ്ങളിടയ്ക്ക് ഒരു കുട്ടിയേറ്റാണ്ട് പോവല്ലേ? ആളുകൾ കണ്ട് പറയാൻ തുടങ്ങിയില്ലേ, യാ ഉഖ്ത ഹാറൂൻ. ഇവിടൊക്കെ ക്രിസ്ത്യാനികളെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണത്. അടുത്ത് ഞാൻ ഒരു ക്രിസ്ത്യൻ പാതിരിന്റെ പ്രസംഗം കേട്ടു. ഖുർആൻ മുഴുവനും വിട്ടിത്താണ്, മണ്ടത്തരാണ്. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ കാലം ഏതാണ്?
ഈസാ നബിന്റെ കാലം ഏതാണ്? 1000 കൊല്ലത്തെ വ്യത്യാസല്ലേ? മൂസാ നബിന്റെ കാലക്കാരനല്ലേ ഹാറൂൻ നബി? മൂസാ നബിന്റെ സഹോദരനല്ലേ? എന്നിട്ട് മറിയം ബീവിനെ ഹാറൂന്റെ സഹോദരി, ഇതന്നെയല്ലേ ഖുർആൻ കണ്ടു കെട്ടണം നിങ്ങൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രസംഗം. നമ്മളെ കുറെ കുട്ടികൾ അത് കേട്ടിട്ട് പേക്കും ചെയ്യാം. നോക്കാൻ നിങ്ങൾക്ക് അതല്ല. ഈ ഹാറൂൻ ആ ഹാറൂൻ അല്ല. ആ ഹാറൂൻ വേറെ, ഇത് വേറെ. എന്താ വെച്ചാല് ആ ഹാറൂൻ ഈ ഹാറൂൻ തമ്മിൽ ചരിത്രമായിട്ട് ബന്ധമുണ്ട്. എന്താ? ഹാറൂൻ നബിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നല്ല ആബിദായിരുന്നു. ആബിദ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇബാദത്ത്, സുജൂദ്, നോമ്പ്, ഇതൊക്കെ തന്നെ പണി. അന്ന് ഏറ്റവും വലിയ ഇബാദത്തുകാരൻ എന്നറിയപ്പെട്ട ആളായിരുന്നു. പിന്നീട് ചരിത്രത്തിൽ വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളുകളൊക്കെ ബനു ഇസ്രായേൽ എന്ത് വിളിച്ചു? ഹാറൂൻ എന്ന് വിളിക്കാൻ തുടങ്ങി. നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല അങ്ങനെ അല്ലേ? നല്ലൊരു നല്ലേറെ അറിയപ്പെട്ട അൽബി ഉണ്ട് എന്ന് ഒരു ഉദാഹരണം പറഞ്ഞാണ്. പിന്നെ അടിക്കാരനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? അവൻ അൽബി എന്നാണ്. ഒരു ഉദാഹരണം പറയണം. എന്നേപോലെ അന്ന് വലിയ ഇബാദത്തിന്റെ ആളായിരുന്നു മൂസാ നബിന്റെ സഹോദരനായ ഹാറൂൻ നബി. ചരിത്രത്തിൽ പിന്നെ കുറച്ച് കൂടുതൽ ഇബാദത്ത് ചെയ്ത ആളുകളൊക്കെ ആളുകൾ എന്ത് വിളിക്കും? ഹാറൂൻ ഹാറൂൻ എന്ന് വിളിക്കും. മറിയം ബീവിക്ക് ഒരു ആങ്ങളുണ്ടായിരുന്നു. അവര് വരുന്നതിന് മുന്നേ മരിച്ചുപോയി. അത് ഭയങ്കര ഇബാദത്തുകാരനായിരുന്നു. അപ്പൊ ആളുകൾ ഇയാളെ വിളിക്കൽ ഹാറൂൻ എന്നാണ്. അത് അള്ളെടുത്ത് ഉദ്ധരിക്കാണ്. അത് അറിയണ്ടേ ആദ്യം. മറ്റൊരു അഭിപ്രായത്തിൽ അവരെ പേരെന്നെ ഹാറൂൻ എന്നാണ്. കാരണം ആ ഹാറൂൻ നബിനോടുള്ള സ്നേഹം കൊണ്ട് ബനു ഇസ്രായേലിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ വാപ്പന്മാര് ഹാറൂൻ എന്ന് പേരിട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വരുന്നതിന് മുമ്പ് മക്കയിൽ 20ഓളം മുഹമ്മദ് ഉണ്ട്. മുഹമ്മദ് എന്ന് പേരിട്ട് 20 ആളുകളുണ്ട്. എന്തേ? ഇങ്ങനെ ആള് വരാൻ പോണ്ട് എന്നറിഞ്ഞപ്പോ ആ വരുന്നത് എന്റെ കുട്ടിയാട്ടെ എന്ന് കരുതിയിട്ടതാട്ടാ. അതുകൊണ്ട് ഇപ്പൊ അത് വരണേ കുട്ടിയാവൂലല്ലോ. വരണേന് മുന്നേ കുറെ കുടുംബത്തിലൊക്കെ മുഹമ്മദുകൾ ഇങ്ങനെ വളരുക. കാരണം എന്താ? ഇങ്ങനെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് ആണല്ലോ. ആ എന്റെ കുട്ടീനെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിടുന്ന. ഇത് അതിനേക്കാൾ അപ്പുറം ഹാറൂൻ നബിനോടുള്ള ഇഷ്ടം കൊണ്ട് തലമുറകൾ മുഴുവനും ഈ പേര് വേറിയിരുന്നു ഹാറൂൻ. അങ്ങനെ വന്നതാണ് ഈ പേര്. എന്നിട്ട് അതൊന്നും ചിന്തിക്കാതെ ഖുർആന് കണ്ടു കെട്ടണം. അതിൽ ഒരുപാട് നുണകളുണ്ട്, ചരിത്ര വൈരുദ്ധ്യങ്ങളുണ്ട്, ചരിത്രത്തിൽ കളവുകളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വാചടിയില് സരളമായിട്ട് പ്രസംഗിക്കുമ്പോ ഈ പ്രഭാഷകന്റെ വാക്ക് സാമർത്ഥ്യത്തിൽ ആ ഒഴുക്ക് വരുമ്പോ അതുകൊണ്ട് വസ്വാസ് കയറിയിട്ട് കുഫറും റിദ്ദത്തും വന്ന് ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊരു അപകടം അതെന്നറിയോ? അപ്പൊ ഞാൻ അവിടെ നിന്ന് ക്ലിയർ ആക്കി തന്നാണ്. ആ ഹാറൂൻ അല്ല ഈ ഹാറൂൻ. ഇന്ന് ആളുകൾ പറഞ്ഞു, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ മാ കാന ഉമ്മുകി ബഗിയ മാ കാന അബൂകി ഇംറഅ സൂ. എന്റെ ബാപ്പ ചീത്ത ആളൊന്നും അല്ലല്ലോ. എന്തായിരിക്കും അപ്പത്തെ സങ്കടല്ലേ? മാ കാന അബൂകി ഇംറഅ സൂ, എന്റെ ബാപ്പ ചീത്ത ആളല്ലല്ലോ. മാ കാന ഉമ്മുകി ബഗിയ, എന്റെ ഉമ്മ തമ്മാടിയല്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? എന്നിട്ടെന്താ ഇജ്ജ് ഇങ്ങനെ ആയത്? അതിനൊരു അർത്ഥം ഉണ്ടല്ലോ. എന്റെ വാപ്പ മോശപ്പെട്ട ആളല്ലല്ലോ, എന്റെ ഉമ്മ വ്യഭിചാരത്തിന് കൂട്ടുന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ പിന്നെ എന്തിനാ നീ വ്യഭിചാരത്തിന് കൂട്ടുന്നു എന്നല്ല അതിന്റെ മാന. ഇത്രമാത്രം നെഞ്ചിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു കുത്തുവാക്ക് വേറെ ഉണ്ടോ? എത്ര തളർന്നിട്ടുണ്ടാവൂലേ. അള്ളാഹു താല പറഞ്ഞ് ഉണ്ടണ്ട, ഒന്നും മിണ്ടില്ല. ഫാഷാറത്ത് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു കുട്ടിയിലേക്ക്. അപ്പൊ അവരൊന്നും കൂടി ചൂടായി. ഈ കുട്ടിനോട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ടെന്നാണ് പറഞ്ഞത്. കുട്ടി ചോര പൈതലാണ്, തൊട്ടിയിൽ കിടക്കുന്ന ചോര പൈതൽ. അതിനോട് ചോദിച്ചാൽ മറുപടി അറിയുന്ന പറഞ്ഞു. അപ്പൊ ആളുകളൊന്നും കൂടി ചോട്ടായി, എന്താ പിരാന്താക്ക? തൊട്ടി കിടക്കുന്ന കുട്ടി സംസാരിക്കേ? അപ്പൊ അതിന്റെ അടുത്ത് വ്യഭിചാരം മാത്രല്ല, ആളെ കോമ്പളയാക്കേണ്ട രീതി ഉണ്ടല്ലേ എന്ന അർത്ഥത്തിൽ ചാടി കയറാൻ തുടങ്ങി. പക്ഷെ കുട്ടി അങ്ങോട്ട് തുടങ്ങിയില്ലേ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ പ്രസംഗം. അത് സൂറത്ത് മറിയം തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. അങ്ങനെയാണ്ട് പറഞ്ഞാണ്ട് തുടങ്ങി. ഒരു 10ഓളം കാര്യങ്ങൾ തൊട്ടിൽ കിടന്നിട്ട് ഈസാ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ്. 3 ഈ ഒറ്റ പീസിലുണ്ട്, ചെറിയ പീസ്. ഖാല ഇന്നി അബ്ദുല്ലാഹ്. ഇവിടെ ഒരു ചർച്ച, നിങ്ങൾ അർത്ഥം വെച്ച് പോലല്ലോ, അത് എളുപ്പമുണ്ട്. അക്കാല ഈസാ അലൈഹി സ്വലാം പറഞ്ഞു ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാന്റെ അടിമയെന്ന് പറഞ്ഞു. അത് വളരെ എളുപ്പമുണ്ട്. അങ്ങനെയല്ലേ നമ്മളെ പഠനം. എന്താണ് അവിടെ ഇന്നി അബ്ദുല്ലാ എന്ന് പറയാൻ കാരണം? ഇവിടെ സത്യത്തിൽ ആദ്യം തീർക്കേണ്ടത് വാപ്പാന്റെ ഉമ്മാന്റെയും പേരിൽ ആളുകൾ വളരെ മോശപ്പെട്ട ആരോപണം നടത്തിയിട്ടുണ്ട്. അപ്പൊ മോചിതത്തിന്റെ സംസാരമാണെങ്കിലും ആദ്യം പറയേണ്ടത് എന്റെ അമ്മ വിചരിച്ചിട്ടില്ല എന്നല്ലേ. അതല്ലേ ക്ലിയർ ആക്കി കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ നിലനിൽക്കണത്.
നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നിലനിൽക്കുന്ന വിമർശനവും പരിഹാസവും എന്താ? ഇവരെ അബ്ദുള്ളയാണോ അല്ല എന്നുള്ളതല്ല, പിന്നെ ഉമ്മ കെട്ട പെണ്ണാണ് അല്ല, വാപ്പി നല്ലോനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിട്ട് കുത്തുകയാണ്. അപ്പൊ ഞാൻ മോശപ്പെട്ട ആളല്ല എന്നല്ല ആദ്യം പറയണ്ടേ. ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, എന്റെ അമ്മ മാത്രല്ല ഞാനും വ്യഭിചരിച്ചിട്ടില്ല എന്നല്ലേ പറയേണ്ടത്. പക്ഷെ പറഞ്ഞ അതല്ല, ആദ്യം പറഞ്ഞത് ഇന്നി അബ്ദുള്ള. കാരണം എന്താ അറിയോ? ഒരു അബ്ദുള്ള എന്നത് ജാരസന്താനായിട്ട് വരൂല. ഞാൻ ജാരസന്താനം അല്ല എന്ന് പറയണ്ട. ജാരസന്താനം ഒരിക്കലും നബി ആവൂല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒരു ജാരസന്താനം, വ്യഭിചാരത്തിൽ പറഞ്ഞൊരു കുട്ടി കിതാബ് കിട്ടിയ കുട്ടിയാവൂല, നുബൂത്ത് കിട്ടിയ കുട്ടിയാവൂല, റിസാലത്ത് കിട്ടിയ കുട്ടിയാവൂല. ഒരർത്ഥത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരു അബ്ദുള്ള പോലും ആവൂല. അപ്പൊ ഇതാണ്ട് പറഞ്ഞാൽ ഞാൻ വ്യഭിചാരിയല്ല എന്ന് കിട്ടും. നേരെ ഒന്ന്. രണ്ടാമത്തത്, ഇവിടെ ഒരു വിശ്വാസത്തിന് തുടക്കം കുറിക്കുകയാണ്. എന്ത്? ഈസാ അലൈഹിസ്സലാം അള്ളാന്റെ പുത്രനാണ്. എന്റെ ഉമ്മ വ്യഭിചാരിയാണ് എന്നതിനേക്കാളും ഗൗരവമാണ് അള്ളാഹിനെ കുറിച്ചുള്ള ആരോപണം. കാരണം എന്റെ ഖാലിഖ് അള്ളയാണ്, ഉമ്മല്ല. അപ്പൊ ഖാലിഖിനെ കുറിച്ചുള്ള ആരോപണമാണ് ആദ്യം തിരുത്തേണ്ടത്. ഇത് ദൈവത്തിന്റെ പുത്രാണെന്ന് പറഞ്ഞാൽ അതിന്റെ കുഴപ്പം അള്ളാഹ്ക്കല്ലേ? അള്ള പെണ്ണിട്ടിന്നല്ലേ അതിന്റെ അർത്ഥം? അനബിനുള്ള എന്നല്ലല്ലോ പറയേണ്ടത്, അന അബ്ദുള്ള എന്നല്ല, ഇന്നി അബ്ദുള്ള. കാരണം ഹു അബ്നുല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഉമ്മാക്കെതിരിലും ആരോപണമുണ്ട്, അള്ളാഹ്ക്കെതിരിലും ആരോപണമുണ്ട്. ആദ്യം തീർക്കേണ്ട ആരോപണം ആർക്കെതിരിലാണ്? അള്ളാഹ്ക്കെതിരിലാണ്. ഉമ്മാനേക്കാളും കടമയും ബന്ധവും അള്ളാഹിനോടാണ്, മഹബത്തും. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അതുകൊണ്ടല്ലേ ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് വെളിയിൽ വരുന്ന കുട്ടിയുടെ ചകിട്ടിൽ ആദ്യം പഠിപ്പിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് ഉമ്മാന്റെ പേരല്ല. ഗർഭിണിക്കുള്ള പ്രയാസം എത്രയാണ്, പ്രസവത്തിനുള്ള നൊമ്പരം എത്രയാണ്, വേദനയുടെ ആവേഗം അളന്നു കൊടുത്ത ആളുകൾ ഡോക്ടർമാർ എഴുതി വെച്ചിട്ടുണ്ട്. പ്രസവിക്കുന്ന സമയത്തുള്ള വേദനയുടെ ആവേഗം 20 എല്ലുകൾ പൊടിയുന്ന അവസ്ഥയാണ്. അങ്ങനെ 20 എല്ലുകൾ പൊടിയുന്ന അവസ്ഥയിലുള്ള കഠോരമായ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ച ഉമ്മാന്റെ പേരല്ലയോ കുട്ടിയുടെ ചകിട്ടിൽ ആദ്യമായി കേൾപ്പിക്കേണ്ടത് അല്ല. കാരണം അള്ളാന്റെ പേരാണ്. ഈ ഉമ്മായെക്കാളും ബാപ്പയെക്കാളും കുട്ടിക്ക് ബന്ധപ്പെട്ടതും കടമപ്പെട്ടതും അള്ളയാണ്. ഈ ഒരു സ്റ്റെപ്പിൽ മുസ്ലിം എത്തണം. ബാക്കിയുള്ളൊക്കെ അതിന്റെ താഴെ ആവണം, അല്ലെങ്കിൽ പേച്ചു. അതിന്റെ ഒരു ആയത്തെ നമുക്ക് തരാം. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. 8 കാര്യങ്ങൾ ഇപ്പുറത്ത് കൊടുന്നു. അതിൽ വാപ്പിയമ്മയും കെട്ടിയോളും കുട്ടിയോളും കച്ചവടവും കൊട്ടാരം ഒക്കെ കണ്ടിട്ട് എന്നിട്ട് അള്ള പറയാണ്, നിങ്ങൾക്ക് അള്ളാനേക്കാളും ഇഷ്ടം ഇതാണെങ്കിൽ ഖുർആൻ പറയണത് അവൻ ഫാസിഖാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാന്റെ മേലെ പെണ്ണുങ്ങളെ കൊണ്ടുവച്ചാൽ, അള്ളാന്റെ മേലെ കുട്ടികളെ കൊണ്ടുവച്ചാൽ, അള്ളാന്റെ മേലെ കൊട്ടാരം കൊണ്ടുവച്ചാൽ, അള്ളാന്റെ മേലെ കച്ചവടം കൊണ്ടുവച്ചാൽ അവൻ ഫാസിഖാണ്. ഖുർആന്റെ ഭാഷയിൽ ഫാസിഖാണ്. അതിനർത്ഥം അള്ളാഹിനെ സ്നേഹിക്കണില്ല എന്നല്ല. അള്ളാഹിനെ സ്നേഹിക്കുന്നവനെ കുറിച്ചാണ് ഖുർആൻ ഈ ഫാസിഖ് എന്ന് പറഞ്ഞത്. പക്ഷെ എന്താണ്? അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, അതിന്റെ അപ്പുറം പെണ്ണുങ്ങളെ സ്നേഹിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതാണ് ഈസാ അലൈഹിസ്സലാം വന്ന ഉടനെ ഉമ്മാക്കെതിരിൽ അവിടെ രൂക്ഷമായ വിമർശനമുണ്ട്, പരിഹാസമുണ്ട്, ആക്ഷേപമുണ്ട്. വളരെ മ്ലേച്ഛമായ ഭാഷയിലുള്ള വളരെ ഗൗരവത്തിലുള്ള ആരോപണങ്ങളുണ്ട്. പക്ഷേ അത് ഈസാ അലൈഹിസ്സലാം തീർത്തില്ല. ആദ്യം അള്ളാഹ്ക്കെതിരെ വരാനുള്ള ആരോപണം അടച്ചുപൂട്ടി. ഇന്നി അബ്ദുല്ലാഹ്. അയ്മല് മറ്റേതും കെട്ടുപോകും. കാരണം എന്താ? അബ്ദുള്ള വ്യഭിചാരി പെണ്ണിനുണ്ടാവൂല. എനിക്ക് അള്ളാഹു കിതാബും നൽകിയിരിക്കുന്നു. ഏതാണ് ആ കിതാബ് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു അത് നിലനിൽക്കുന്ന മൂസാ അലൈഹി ഇസ്ലാമിന്റെ കിതാബായ തൗറാത്താണ്. അത് ചെറുപ്പത്തിലെ ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ്. അല്ല, പിന്നീട് വരാൻ പോകുന്ന
ഇഞ്ചീലിനെ കുറിച്ച് നേരത്തെ ഒരു ഉത്ബോധനം നടത്തിയതാണ്, പ്രവചനം നടത്തിയതാണ്, ദീർഘദർശനം നടത്തിയതാണ്, അറിയിപ്പ് കൊടുത്തതാണ്. അല്ലാഹു എന്നെ നബിയാക്കുമെന്നല്ല പറഞ്ഞത്, നബിയാക്കിയിരിക്കുന്നു. ഈ 3 കാര്യമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഞാൻ മുബാറക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വജഅലനി മുബാറക്കൻ ഹൈസു കുന്തു. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ വളരെ വിശാലമായി പറയേണ്ട വാക്കുകളാണ്, അർത്ഥം വെച്ച് പോകേണ്ടത്. എന്തുകൊണ്ട് മുബാറക്ക് എന്ന് പറഞ്ഞു അവിടുന്ന് ചിന്ത തുടങ്ങുന്നുണ്ട്. നിങ്ങളിന്ന് പോകുമ്പോഴത്തേന് നാളെ വരുമ്പോൾ ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാണ്. എന്താ അപ്പൊ മുബാറക്ക് എന്ന് പറയാൻ കാരണം? അപ്പൊ എന്തായിരുന്നു ഈസാ അലൈഹി ഇസ്ലാമിന് ബറക്കത്തിന്റെ ഒരു ഡ്യൂട്ടി? അതുകൊണ്ടല്ലേ ഈ മുബാറക്ക് എന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. ഇന്ന് ഈ 3 കാര്യത്തിൽ ഒന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാല്, ഉമ്മ അപ്പുറത്ത് വാപ്പ അപ്പുറത്ത്, അവർക്ക് എതിരെ രൂക്ഷമായ വിമർശനം എന്ന് പറഞ്ഞാൽ മോളെ കുറിച്ച് പറയുന്നത് അവരെ കുറിച്ച് പറയുന്നതിന് സമാനല്ലേ? മാത്രല്ല തന്നെ കുറിച്ച് നാട്ടുകാര് വളരെ മ്ലേച്ഛമായ അവസ്ഥയിൽ ചിത്രീകരിക്കുമ്പോ വാപ്പമ്മ തമ്മാടി ഇല്ല എന്ന് പറഞ്ഞ ആ പറച്ചിലിന് അവരെ മോശപ്പെടുത്തലല്ലേ? ഈ മോളല്ലേ ആ പ്രതിക്കൂട്ടിലാക്കണത്? അങ്ങനെ നീചമായ അവസ്ഥയിൽ മ്ലേച്ഛമായ ഭാഷയിൽ രൂക്ഷമായ വിമർശനം നിലനിൽക്കുമ്പോ അതിനെക്കുറിച്ച് പറയാതെ പടച്ചോനെ കുറിച്ച് വലുതാക്കാനുള്ള വാക്ക് പറഞ്ഞു, ഇന്നി അബ്ദുല്ലാ. കാരണം ഇവിടെ അള്ളാഹിനെ കുറിച്ച് ഒരു ആരോപണം വരാൻ പോകുന്നുണ്ട്. ഏതാണത്? ഈസാ അലൈഹി സ്വലാം അള്ളാഹിന്റെ പുത്രനാണ്. അത് അള്ളാഹിനെ വിമർശിക്കലാണ്, പരിഹസിക്കലാണ്. അള്ളാഹ് ഭാര്യനെ പിടിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ ആവുമ്പോ ഉമ്മാനെ രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ്, ബാപ്പയെ രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ്, തന്നെ രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് ആ പടച്ചോനെ കുറിച്ചുള്ള ആരോപണത്തെ കെട്ടഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാനോളം ഉയർത്തുകയാണ്. ഞാൻ അള്ളാഹിന്റെ അബ്ദാണ്, അള്ളാഹിന്റെ ഇബ്നല്ല, ഞാൻ അള്ളാഹിന്റെ അബ്ദാണ്. എനിക്ക് അള്ളാഹു ഇൽമ നൽകിയിരിക്കുന്ന, ഗ്രന്ഥങ്ങൾ നൽകിയിരിക്കുന്നു, എന്നെ അള്ളാഹു നബിയാക്കിയിരിക്കുന്നു. ചെറുപ്പത്തിലെ ഈസാ അലൈഹി ഇസ്ലാമിന് മറിയം ബീവിക്ക് കിട്ടുന്ന ഇത് മറിയം ബീവിക്ക് കിട്ടുന്ന മാർക്കാണ്, ഗുണാണ്, അംഗീകാരമാണ്. ഇതുവരെ സഹിച്ചതിന് അള്ളാഹു തആല ഒരു ഉസ്റിന് ശേഷം യുസ്റിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ആദ്യം ഉസ്ർ മുന്തിച്ചു, പിന്നെ ആ യുസ്ർ വന്നത്. കാരണം എളുപ്പത്തിന് ആദ്യം ഒരു ഞെരുക്കണ്ടാവും. ഇവിടെ ഞെരുക്കാണ് ആദ്യം ഉണ്ടായത്. പിന്നെ എളുപ്പത്തിന്റെ വാതിലങ്ങോട്ട് തുറന്നപ്പോ എളുപ്പം കൊണ്ട് എളുപ്പമായി. എന്തെല്ലാം എളുപ്പം കിട്ടിയെന്നറിയോ? എവിടെ എത്തി?